കടിച്ച മാമ കടിച്ചാ. അതിനകത്ത് ആ ക്ലോസറ്റിനകത്ത് ഇങ്ങനെ ഇതിനകത്താണോ? അപ്പോൾ സ്നേക്സ് ഓൺ ബോർഡിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നൊരു സ്നേക്ക് റെസ്ക്യൂ വന്നേക്കുന്നത് നമ്മുടെ പുളിങ്കുന്ന്, ആലപ്പുഴ പുളിങ്കുന്ന് കൃഷിഭവനിലാണ്. അപ്പം ഇവിടെ പഞ്ചായത്ത് സെക്രട്ടറി വിളിച്ചിട്ട് നമ്മളിവിടെ വന്നത്. പാമ്പ് ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരു ബാത്റൂമിനകത്ത് ഒരു മൂർഖൻ പാമ്പ് കയറിയിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. കാരണം വേറെ പ്രശ്നമല്ല, നമുക്ക് ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ പിടിച്ചുകൊണ്ട് പോകാൻ പാടാം. നമുക്ക് അതിനെ ബുദ്ധിമുട്ടിക്കാതെ വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം സഹകരിക്കണം. അവന് തോന്നണം ഇതൊരു മാളമാണെന്ന്. അവന് ഫീൽ ഞാനത് നോക്കി ഇത് എങ്ങനെ കയറുന്നൊക്കെ ഉണ്ടാകത്തൂടാ. ഹോളുണ്ടായിട്ടാ. അപ്പുറം ഹോളുണ്ടാ? ആണാ? നീ അപ്പുറം നോക്കിയേ. എന്തായി? കൊള്ളാം. എന്നാ സൈസായത്? ചിമിട്ട. ബിഗ് ബോയ്. മാറിക്കേ. അവിടെ കിടന്ന് അനങ്ങം പിടിക്കാൻ ചെയ്യല്ലേ. വെയിറ്റ് ചെയ്യാം. അതൊക്കെ കയറിക്കോളും. നിങ്ങളവിടെ ഒച്ചമ്പേളുണ്ടോ നടക്കല്ലേ? ഒച്ചമ്പേളമല്ല, കൈയും കാലോട്ട് അടിക്കരുത്, അനങ്ങരുതും ചെയ്യരുത്. ഞാൻ എടുത്തോളാം. നോക്കാം, വെയിറ്റ് ചെയ്യാം. അനങ്ങല്ലേ, ആരും അനങ്ങല്ലേ. കടിച്ച സമയം കൊടു, ക്ഷമ വേണം. തിരിച്ചു വെച്ചാലോ? വിട്ട് കഴിഞ്ഞാൽ നേരത്തെ പണിയാവും. അവിടെ അനങ്ങല്ലേ, അങ്ങോട്ടൊന്നും കടിക്കത്തൊന്നുമില്ല. അനങ്ങി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടാവും ശ്രദ്ധ. മുഖമൊക്കെ ചരിച്ചു വെക്കുന്നുണ്ടോ കയറാതിരിക്കാൻ? തള്ളി കയറ്റുവാ. അവൻ്റെ വഴി മനസ്സിലാകണ്ടേ ഇപ്പോൾ?
കഴിഞ്ഞേട്ടോ. ചേച്ചി അതിൻ്റെ പ്രശ്നം എന്താ അറിയാമോ? ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പാമ്പിന് ഇരിക്കാനുള്ള ആവാസ വ്യവസ്ഥ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ള ഒന്നാമത്തെ കാര്യം. 2, ഇങ്ങനെയുള്ള സാധനങ്ങൾ വെക്കുമ്പോഴത്തേക്ക് എലി വരും. ആവശ്യത്തിനുള്ള ഭക്ഷണം പാമ്പിന് അതിനകത്ത് ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമ്മൾ അതൊന്ന് സമയാസമയങ്ങളിലൊന്ന് വൃത്തിയാക്കി വെക്കണം. കംപ്ലീറ്റ് നമ്മളത് വൃത്തിയാക്കി വെക്കണം. പിന്നെ ഇവർ നമ്മുടെ ശത്രുക്കളല്ല, നമ്മുടെ ശത്രു എലിയാണ്. ഇപ്പോൾ ഇത്ര ആളുകളുണ്ടോ? നിങ്ങളാരെങ്കിലും കടിച്ചോ? ഇത് കടിച്ചോ? കടിക്കണേ എല്ലാവരും കടിക്കേണ്ടതല്ലേ? അപ്പോൾ അത് സൂക്ഷിക്കണം, വൃത്തിയാക്കി ഇട്ടാൽ മതി.